ദുരന്ത സാധ്യതകൾ മുൻകൂട്ടി അറിയിക്കാൻ അപായ സൈറണുകൾ സ്ഥാപിക്കുന്നതിലും സംസ്ഥാന സർക്കാരിന് വീഴ്ച. കാലവർഷം ശക്തമാകും മുൻപ് കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഇതിന് ദുരന്ത നിവാരണ അതോറിറ്റി അനുമതി തേടിയിരുന്നു. എന്നാൽ വയനാട് ദുരന്തത്തിന് ശേഷമാണ് സർക്കാർ അനുമതി നൽകിയത്. പ്രകൃതി ദുരന്തങ്ങൾ സംസ്ഥാനത്ത് പതിവായതോടെയാണ് മൊബൈൽ ടവറുകളും ഉയർന്ന കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ച് അപായ സൈറണുകൾ സ്ഥാപിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനിച്ചത്. BSNLന്റെ ടവറുകൾ ഇതിനായി ദുരന്ത നിവാരണ അതോറിറ്റി തെരഞ്ഞെടുത്തിരുന്നു. ഇതിനൊപ്പം അപകട സാധ്യതയുള്ള മേഖലകളിലെ ഉയർന്ന കെട്ടിടങ്ങളിലും സൈറണും ലൈറ്റുകളും സ്ഥാപിച്ച് മുന്നറിയിപ്പ് സംവിധാനമൊരുക്കാൻ തീരുമാനിച്ചെങ്കിലും പദ്ധതി നീണ്ടുപോയി. കേന്ദ്ര സർക്കാർ ഇതിനായി കൃത്യമായി പണം അനുവദിച്ചിട്ടും സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തുകയായിരുന്നു. ചുഴലിക്കാറ്റിനുള്ള സാധ്യതകൾ ഉൾപ്പെടെ മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിരുന്നത്. ഇത്തവണ കാലവർഷം ശക്തമാകുന്നതിന് മുൻപും ദുരന്ത നിവാരണ അതോറിറ്റി 35 സ്ഥലങ്ങൾ കണ്ടെത്തി സൈറൺ സ്ഥാപിക്കുന്നതിന് അനുമതി തേടിയിരുന്നു. കഴിഞ്ഞ ജൂലൈ 10-നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി സർക്കാരിന് കത്ത് നൽകിയത്. എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ദിവസം മുൻപാണ് സർക്കാർ ഇതിന് അനുമതി നൽകിയിരിക്കുന്നത്. അപായ സാധ്യതകൾ മുൻകൂട്ടി അറിഞ്ഞാൽ സൈറൺ മുഴക്കിയും ലൈറ്റുകൾ പ്രകാശിപ്പിച്ചും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.